ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ബീട്രൂട്ട് വടയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന രീതിയിൽ ഒരല്പം ഡിഫറെൻ്റ് ആയിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു ബീട്രൂട്ട് വടയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബീട്രൂട്ട് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. 1 കപ്പ് കടലപ്പരിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അളവിൽ തൂരപ്പരിപ്പ് കൂടി എടുക്കണം. അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് രണ്ടും നമുക്ക് ഒരു 3 മണിക്കൂറൊന്ന് നല്ലതുപോലെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുതിർന്നിട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി ഈ പരിപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനു മുന്നേ ഈ പരിപ്പ് നല്ലതുപോലെ വെള്ളം ഫുള്ളും ഡ്രെയിൻ ചെയ്ത് മാറ്റണം. ഒരല്പം പോലും വെള്ളം ഇല്ലാതെ വേണം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഉണ്ടായാൽ പിന്നീട് അത് കുഴഞ്ഞിട്ട് പോകും. നല്ലതുപോലെ കുഴഞ്ഞിട്ടായിരിക്കും അരഞ്ഞിട്ട് വരുന്നത്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വെള്ളം ഫുള്ളും ഒന്ന് അരിച്ച് മാറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ വെള്ളം ഫുള്ളും ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു ക്രഷ് ചെയ്തൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മൾ നല്ലതുപോലെ പേസ്റ്റ് പോലെ ആക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരിപ്പ് കാണുകയും വേണം. എന്നാൽ നല്ലതുപോലെ അരിഞ്ഞിട്ടും ഉണ്ടാവണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇത് ചേർക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി, 1 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. നമ്മൾ ഈ പരിപ്പോടെ തയ്യാറാക്കാൻ വേണ്ടി ചേർക്കുന്നതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇടിച്ച് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർക്കാം. അപ്പോൾ എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് ഈ മുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്താണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരച്ചും ചേർക്കാം, പക്ഷേ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ബീട്രൂട്ട് പരിപ്പ് വട. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് മാറ്റിയതിന് ശേഷം പരിപ്പ് വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയതിന് ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. ഡയറക്റ്റായിട്ട് തന്നെ നമ്മളിങ്ങനെ പരത്തിയതിന് ശേഷം ഓയിൽ ഇടുന്നതാണ് നല്ലത്. നമ്മളിങ്ങനെ പരത്തിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ആ പരിപ്പൊന്ന് കുതിർന്ന് വരുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ. നല്ലൊരു കളർഫുള്ളായിട്ടാണ് നമുക്ക് ഈ പരിപ്പ് വട കിട്ടുന്നത്. സാധാരണ നമ്മൾ പരിപ്പ് വട വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് മാറിയിട്ടാണ് നമ്മുടെ ഈ ബീട്രൂട്ട് പരിപ്പ് വട കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പരിപ്പ് വടയാണിത്. ഫ്ലെയിം എപ്പോഴും ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. ഈ ഓയിലിൻ്റെ ബബിൾസ് എല്ലാം മാറിയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണം. നമ്മളുടെ റെസിപ്പീസ് എല്ലാം നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.